സ്ത്രീകളുടെ കുട്ടികൾ മുമ്പോട്ട് വരാം. ആൺകുട്ടികൾ ഈ സൈഡിൽ നിന്നാട്ട്, പെൺകുട്ടികൾ ഈ സൈഡ്. നിങ്ങൾ 2 ലൈനായിട്ട് നിന്നോളുക. 2 ലൈനായിട്ട്, പുറകിലും മുമ്പിലായിട്ട് 2 ലൈൻ. പൊക്കം കുറഞ്ഞവർ ഫ്രണ്ട് നീക്കും. നിങ്ങളും അതുപോലെ തന്നെ നിൽക്കുക. കുറച്ചുകൂടെ കൂടെ ഒന്ന് 2 ലൈനായിട്ട് നിൽക്കുക. പൊക്കം കുറഞ്ഞവർ ഫ്രണ്ടിൽ നിൽക്കുക. പുറകിൽ നിന്ന് കുറച്ചുകൂടെ ഒതുങ്ങി നിൽക്കാൻ പറ്റും. 2 ലൈനായിട്ട് നിന്ന് 1 ലൈൻ പുറകിൽ നിൽക്കുക. പൊക്കമുള്ളവർ പുറകിൽ, പൊക്കം കുറഞ്ഞവർ ഫ്രണ്ടിൽ. ഇങ്ങോട്ട് നിന്ന് എനിക്ക് നിങ്ങളെ കാണാനാണ്, നിങ്ങളുടെ മുഖം കാണാനാണ്, മറന്നു നിൽക്കരുത്. ഓക്കെ. ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവ് ഞാൻ പറഞ്ഞുതരും. ഉത്തരം പറയുമ്പോൾ നിങ്ങളത് പറയണം എന്ന് ഓർപ്പിക്കുന്നു. ചോദ്യം ശരിക്കും കേൾക്കണം, കേട്ടിട്ടാണ് ഉത്തരം പറയേണ്ടത്. ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു. അല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ദൈവാലയമാണ് ഇതല്ലേ, ഇത് ദൈവാലയമാണ്. ദൈവാലയത്തിൽ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സഭയുടെ മുമ്പാകെയാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ പറയുന്ന ഉത്തരവും ആര് കേൾക്കുന്നുണ്ട്, ആര് മനസ്സിലാക്കുന്നുണ്ട്, ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നു. ദൈവം കാണുന്നുണ്ട്, ദൈവം കേൾക്കുന്നു. ദൈവം കാണുന്നുണ്ട്, ദൈവം കേൾക്കുന്നുണ്ട്. അപ്പം ദൈവസന്നിധിയിലാണ് നമ്മൾ നിങ്ങൾ ഉത്തരം പറയുന്നത്. അപ്പോൾ ദൈവം അത് കേൾക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ദൈവം കേൾക്കുന്നു. നിങ്ങൾ മറന്നാലും ആരും മറക്കത്തില്ല. നിങ്ങൾ മറന്നാലും ആരും മറക്കത്തില്ല, ദൈവം മറക്കത്തില്ല. അത് ഓർത്തോണം. നമ്മൾ ദൈവസന്നിധിയിൽ എടുത്ത് പോകുന്ന തീരുമാനങ്ങൾ അത് നിങ്ങൾ മറന്നാലും ആരും മറക്കത്തില്ല, ദൈവം മറക്കത്തില്ല. അപ്പോൾ പിന്നീട് ഒരിക്കൽ ദൈവം നമ്മളെ കാണുമ്പോൾ എന്ത് ചെയ്യും? ദൈവം ചോദിക്കും, അല്ലേ, നിങ്ങൾ അന്ന് നോക്കാളിയാർ പള്ളിയിൽ വെച്ചെടുത്ത പ്രതിജ്ഞകൾ നിങ്ങൾ പാലിക്കാൻ എന്താണ്, അല്ലേ, ചോദിക്കും, അല്ലേ. അപ്പോൾ നമ്മളത് പാലിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു, അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വായിക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ വചനം നിങ്ങൾ വായിക്കാതിരുന്നത്? കൽപ്പനകൾ പ്രമാണിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ കൽപ്പനകൾ പ്രമാണിക്കാതിരുന്നത്, അല്ലേ? നിങ്ങൾ വിശുദ്ധ സംസർഗം കൈക്കൊള്ളുന്ന എന്തുകൊണ്ടാണ് നിങ്ങൾ അത് കൈക്കൊള്ളാതിരുന്നത് എന്നൊക്കെ ചോദിക്കും ഒരിക്കൽ നമ്മളെ ദൈവം നേരിട്ട് കാണുമ്പോൾ, അല്ലേ. കാരണം ദൈവസന്നിധിയിൽ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളിന്ന് പ്രതിജ്ഞ എടുത്ത് പോവുകയാണ്. ഞാനത് പറയാൻ കാരണം അത് വളരെ സീരിയസ് ആയിട്ടുള്ള സംഗതിയാണ്. അത് നിങ്ങൾ മാത്രമല്ല, സ്ത്രീകരണം എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ സഭയെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച്, വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്ത്രീകരണം എന്ന് പറയുന്നത്. ആ സ്ത്രീകരണം കഴിഞ്ഞാൽ ആ കൊച്ച് പിന്നെ ഒരിക്കലും എന്ത് ചെയ്തില്ല, ഒരിക്കലും ദൈവവിശ്വാസം നിന്ന് പിരിഞ്ഞു പോകാൻ അവന് പറ്റത്തില്ല. അത്രയും പഠിക്കണമെന്നാണ്, അത്രയും പഠിപ്പിക്കണമെന്നാണ് അതിന് മുമ്പുള്ള സംഗതി. ഒരു പൈതൽ 14-ാമത്തെ വയസ്സിൽ അവനെ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തീരുമാനം എടുത്താൽ പിന്നെ അവൻ്റെ ആയുസ്സിൽ ഒരിക്കലും എന്ത് ചെയ്തില്ല, അവന് ആ വിശ്വാസം വിട്ടു പോകാൻ പറ്റത്തില്ല. അത്രയും ശക്തമാണ് നമ്മുടെ പഠിപ്പീര്. പക്ഷേ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറില്ല, അതങ്ങനെ എടുക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പലപ്പോഴും സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ഓർക്കണം. ചോദ്യം. ഇപ്പോൾ ദൈവത്തിൻ്റെയും ഈ സഭായോഗത്തിൻ്റെയും മുമ്പാകെ ഞാൻ നിങ്ങളോട് ചോദിക്കും. ആൺകുട്ടികൾ ആദ്യം, പെൺകുട്ടികൾ രണ്ടാമതും ഉത്തരം പറയണം. ചേർന്നൊരുമിച്ച് പറയണം. ചോദ്യം. ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഒന്നുകൂടെ ഞാൻ ചോദ്യം വായിക്കാം. ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ അവയെ ഉപേക്ഷിക്കുന്നു. ചേർന്ന് പറഞ്ഞേ, ചേട്ടാ ഉറക്കെ പറഞ്ഞേ. എല്ലാവരും പറയണം കേട്ടോ. നിങ്ങൾ പറഞ്ഞേ, ചേർന്ന് ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ എന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ എന്നാണ് അടുത്ത ചോദ്യം. ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് നിങ്ങൾ ഉത്തരം പറയാം. ചോദ്യം ഒന്നുകൂടെ പറയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. ചേർന്ന് പറഞ്ഞേ. അടുത്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് ഉത്തരം. ഞാൻ സ്വീകരിക്കുന്നു എന്ന്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ? അതായത് രക്ഷകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? രക്ഷകൻ രക്ഷിക്കുന്നു അല്ലേ? രക്ഷകൻ രക്ഷിക്കുന്നവൻ. യേശു രക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശു രക്ഷിക്കുന്നു. യേശു എൻ്റെ രക്ഷകൻ എന്ന് പറഞ്ഞാലോ? യേശു എന്നെ രക്ഷിക്കുന്നു അല്ലേ? യേശു എന്നെ രക്ഷിച്ചു. എന്തിൽ നിന്ന്? പാപത്തിൻ്റെ ശിക്ഷയാകുന്ന നിത്യമായ മരണത്തിൽ നിന്ന് യേശു എന്നെ രക്ഷിച്ചു. അങ്ങനെ യേശു എൻ്റെ രക്ഷകനായിട്ടുണ്ട്. മനസ്സിലായല്ലോ? അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആണ് യേശു നമ്മുടെ രക്ഷകനായി തീരുന്നത്. മനസ്സിലായല്ലോ? ചോദ്യം ഇതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ? അത് ഓരോരുത്തരുമായിട്ട് ഉത്തരം പറയണം. ഞാൻ സ്വീകരിക്കുന്നു. ഓരോരുത്തരായിട്ട് പറഞ്ഞേ. ഓക്കെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്ന് വിശ്വാസ പ്രമാണം, നിക്കാപ്പ് വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് എല്ലാം എല്ലാവർക്കും എഴുന്നേറ്റ് ചേർന്നില്ല. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനും കാണപ്പെടാത്തയുമാണ് സകലത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകവും പേതൻ്റെ പിതാവ് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിന് ദൈവം, പ്രകാശ സത്യദൈവത്തിന് സത്യദൈവം, ജനിക്കപ്പെട്ടുണ്ടാക്കപ്പെട്ടവൻ, പിതാവിൻ്റെ ദൈവത്തിലുള്ളവൻ. അവനാൽ സ്ഥലമുണ്ടായി, അവൻ മനുഷ്യനായി നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി തീർന്നു. പന്തിയോസ് പിലാത്തോസ് കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. ഇതിന് പ്രകാരം മൂന്നാം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പിതാവിനെ പ്രതിഭാതിരിക്കുന്നു. അതിനുള്ളവരെ മരിച്ചരെ ന്യായപ്പാൻ മതത്തോടെ വീണ്ടും വരും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകി. കർത്താവ് ജയിപ്പിക്കുന്നവനും പിതാവിനോട് തുള്ളം പുറപ്പെടുന്നവനും പിതാവിനോട് നിൽക്കപ്പെട്ട് മതപ്പെടുന്നു. ഭഗവാന്മാരോട് പറച്ചുമായ പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക്കോസിനെ ഞാൻ വിശ്വസിക്കുന്നു. പാപമേ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും ഒരുപാട് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. സഭയ്ക്കിരിക്കാം. അടുത്ത ചോദ്യം, അതിൻ്റെ ഉത്തരം ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്നാണ്. ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളെയും വെവ്വേറെയായി ഒരുമിച്ച് പറയണം. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങളുടെ ആയുസ് നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ? ചോദ്യം ഒന്നുകൂടെ പറയാം. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ് നാളൊക്കെയും നടക്കുകയും ചെയ്യും. ഈ ഫീഡ്ബാക്ക് ഇത് ചോദ്യം കേട്ടല്ലേ? ചോദ്യം ഒന്നുകൂടെ പറയാം. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ് നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ? ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും. പറഞ്ഞേ, എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞേ. ഓക്കെ, അടുത്ത 3 ചോദ്യങ്ങൾക്ക് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ് ഉത്തരം. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്ന്. ഞാൻ പറയുന്ന ചോദ്യങ്ങൾക്ക് കേൾക്കാമോ? അവിടെ കേൾക്കാം, ഇവിടെ നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് എൻ്റെ ചോദ്യം അല്ലേ? കേൾക്കാമല്ലോ അല്ലേ? ചോദ്യം, കർത്തൃദിവസം എന്ന് പറഞ്ഞാൽ കർത്തൃദിവസം ഞായറാഴ്ച ദിവസത്തിൽ നിങ്ങൾ സഹക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിലും സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഒന്നുകൂടെ പറയാം. കർത്തൃദിവസത്തിൽ, അതായത് ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ സഹക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിൽ സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. അതായത് ഞാൻ മുമ്പേ പറഞ്ഞതാണ്, ഞായറാഴ്ച ദിവസം നമ്മൾ എന്ത് ചെയ്യാൻ? എല്ലാ ദിവസവും എന്ത് ചെയ്യണം? എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ വരിക, വേറെ
പഠനത്തിനായിട്ടോ ജോലിക്കായിട്ടോ ദൂരദേശങ്ങളിൽ പോയാൽ അവിടെയുള്ള CSI പള്ളികളിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആരാധനയ്ക്ക് പോകണം. CSI പള്ളി ഇല്ലെങ്കിൽ CSI പള്ളിയായിട്ട് കമ്മ്യൂണിയൻ ബന്ധമുള്ള പള്ളികളിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പോകണം. അതാണ് ചോദ്യം. പോയാൽ എന്ത് ചെയ്യണം? വിശുദ്ധ സംസർഗത്തിൽ പങ്കെടുക്കണം. പള്ളിയിൽ പോവുകയും വിശുദ്ധ സംസർഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമോ എന്നാണ് ചോദ്യം. അത് നിങ്ങൾ വാഗ്ദത്തം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഉത്തരം ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ്. ചോദ്യം ഒന്നുകൂടെ പറയാം. കർത്തൃ ദിവസത്തിൽ നിങ്ങളുടെ സഹക്രിസ്ത്യാനികളോട് ചേർന്ന് കർത്താവിനെ ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിലും സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. എന്നോട് പറഞ്ഞേ. അടുത്ത ചോദ്യം, തിരുവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ഞാൻ കുറച്ചു മുമ്പ് ചോദിച്ചപ്പോൾ നിങ്ങൾ പലരും എന്ത് ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് വേദോസം വായിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. പക്ഷേ ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വേദോസം വായിക്കുകയും എല്ലാ ദിവസവും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ. അത് വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, ദൈവവും നോവുമായുള്ള ബന്ധമാണ്. ഇന്ന് നിങ്ങൾ ഇവിടെ എടുക്കുന്ന വാഗ്ദത്തമാണ് അല്ലേ? അത് ഓർത്തോണം. ചോദ്യം, തിരുവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുമെന്നോ? ഞാൻ വാഗ്ദത്തം ചെയ്യും. പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. അടുത്ത ചോദ്യം, നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്കായി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? പ്രാപ്തി പോലെ, നിങ്ങളെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്കായി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങൾക്ക് സമ്പത്ത് തരുമ്പോൾ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരുമാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കണം. അതായത് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് നമ്മൾ സ്തോത്രാഴ്ച ഇടുന്നതും സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതും സാധുക്കളെ സഹായിക്കുന്നതും എല്ലാം എന്ത് തന്നെയാണ്? ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങളെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്കായി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. പറഞ്ഞേ, എന്നോട് പറഞ്ഞ മക്കളെ. ഓക്കെ, അടുത്ത ചോദ്യത്തിന് ഉത്തരം ഞാൻ സമ്മതിക്കുന്നു എന്നാണ്. ഞാൻ സമ്മതിക്കുന്നു എന്ന്. ശ്രദ്ധിച്ചോളുക. ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിനും അവൻ്റെ കൊടിക്കീഴിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ എന്നാണ് ചോദ്യം. അതായത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് നിങ്ങൾ ജീവിക്കുമോ എന്നാണ് ഇതിൻ്റെ സാരം. യഥാർത്ഥ ക്രിസ്ത്യാനിയാളായിട്ട് നിങ്ങൾ ജീവിക്കുമോ എന്നാണ് ചോദ്യം. നമ്മൾ വാഗുകൊണ്ട് പറയുന്നത് മാത്രമല്ല, ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതാണ് ഇതിൻ്റെ സാരം. അതാണ് സാക്ഷി ജീവിതം എന്ന് പറയുന്നത്. ചോദ്യം ഒന്നുകൂടെ പറയാം. ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിലെ വിശ്വാസം ഏറ്റുപറയുന്നതിനും അവൻ്റെ കൊടിക്കീഴിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ? ഞാൻ സമ്മതിക്കുന്നു. പറഞ്ഞേ. പ്രിയരെ, നമ്മുടെ ഏകരക്ഷിതാവായ ക്രിസ്തു മൂലം ദൈവത്തിലുള്ള വിശ്വാസവും അവനെ അനുസരിക്കുന്നതിനും തൻ്റെ ജനങ്ങളുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനുമുള്ള നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾ ഏറ്റുപറഞ്ഞുവല്ലോ. ഇപ്പോൾ നിങ്ങൾ മുട്ടുകുത്തി നിങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ റെയിൽസ് മുട്ടുകുത്തിക്കുക, റെയിൽസ് മുട്ടുകുത്തിക്കുക, എല്ലാവരും മുട്ടുകുത്തിക്കുക. ഇതൊരു സമർപ്പണ പ്രാർത്ഥനയാണ്. നിങ്ങളത് എൻ്റെ പിന്നാലെ ചൊല്ലണം. എടുത്തിരിക്കുന്ന പ്രതിജ്ഞകൾ, ദൈവത്തിൻ്റെ എടുത്ത പ്രതിജ്ഞകൾ, അത് നമുക്ക് പാലിക്കാൻ സാധിക്കണമെങ്കിൽ, ദൈവത്തിന് തമ്മിൽ പ്രവർത്തിക്കാൻ ഇടയാകണമെങ്കിൽ നമ്മൾ നമ്മെ തന്നെ ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവസേനയിൽ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എൻ്റെ പിന്നാലെ വളരെ പ്രാർത്ഥനാപൂർവ്വം ഏറ്റുചൊല്ലാം. കുട്ടികൾ മാത്രം. ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ എൻ്റെ ദൈവമേ, ഞാൻ എനിക്കുള്ളവനല്ല നിനക്കുള്ളവനത്രേ. എൻ്റെ ആയുസ്സ് നാളൊക്കെയും നിന്നെ സ്നേഹിക്കേണ്ടതിനും വിശ്വസ്തയോടെ നിന്നെ സേവിക്കേണ്ടതിനും ഞാൻ എന്നെ തന്നെ നിൻ്റെ പൈതലായി നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രിയ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ അവരെടുത്ത പ്രതിജ്ഞകളൊക്കെയും
പാലിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാകുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് വേദവചനങ്ങളൊക്കെ വായിച്ചു കേട്ടതുപോലെയും ധ്യാനിച്ചതുപോലെയും നമ്മുടെ സ്വന്തം പരിശ്രമങ്ങളാൽ ദൈവത്തിന് ഹിതകരമായ ഇഷ്ടമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമല്ല. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തന്നെ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രിയമക്കളുടെ മേൽ പകരപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും അല്പസമയം മൗനമായി പ്രാർത്ഥിക്കാം. ായിട്ടുള്ള അപേക്ഷയാകുന്ന 414 കീർത്തനം അത് നമുക്ക് ഈ സമയത്ത് പാടി, വളരെ പ്രാർത്ഥനാപൂർവ്വം പാടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ഈ പ്രിയകുഞ്ഞുങ്ങളെ നിറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 414 കീർത്തനം പരിശുദ്ധാത്മാവിൻ്റെ വരവിനുള്ള അപേക്ഷയാകുന്ന സഭയുടെ അപേക്ഷയാകുന്ന 414 കീർത്തനം വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിൽ ആലപിക്കാം. അതിൻ്റെ 1-2 ചരണങ്ങൾ ഞാൻ തനിയെ പാടും. 3-4 ചരണങ്ങൾ ഗായകസംഘത്തോടൊപ്പം സഭാമക്കൾ എല്ലാവരും ചേർന്ന് വളരെ പ്രാർത്ഥനാപൂർവ്വം പാടണം. ദേവാത്മാവേ വന്നോതുക, എല്ലാവർ മേലും വീശുക. ആശ്വാസം ജീവൻ സ്നേഹത്തി Soda Sudha
പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ധാരാളമായി ചൊരിയപ്പെടുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വരങ്ങൾ ധാരാളമായി ചൊരിയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ചൊല്ലത്തിരുന്ന പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഗായസംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. കുട്ടികൾ അത് ചൊല്ലേണ്ടതില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ധാരാളമായ കൃപകൾ, പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും കൃപാവരങ്ങളും ആത്മാവിൻ്റെ കൃപകളും വരങ്ങളും പകരപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഗായസംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എൻ്റെ പിന്നാലെ ചൊല്ലണം. കുട്ടികൾ അത് ചൊല്ലേണ്ടത് ഇല്ല. വിശുദ്ധ ബപ്തിസ്മയാൽ ഈ നിന്റെ മക്കളെ നിന്റെ കുടുംബത്തിലേക്ക് കൈക്കൊണ്ട ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി നിന്റെ കൃപാവരങ്ങളാകുന്ന ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ, ആലോചനയുടെയും ശക്തിയുടെയും ആത്മാവിനെ, പരിജ്ഞാനത്തിന്റെയും ദൈവഭയത്തിന്റെയും ആത്മാവിനെ ഇവരിൽ ദിനംതോറും വർദ്ധിപ്പിച്ച് നിന്റെ കരുണയാൽ ഇവരെ നിത്യജീവനിലേക്ക് കാത്തുകൊള്ളണമെന്ന് നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാവരും ഗായകസംഘത്തോടൊപ്പം ആമേൻ എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ഓരോരുത്തരെയും തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഗായകസംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് ഉറച്ച ശബ്ദത്തിൽ ആമേൻ എന്ന് പറയണം. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ വിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ.
കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ ദാസി എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. ആത്മാവോടുകൂടിയും നമുക്ക് പ്രാർത്ഥിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശേഷിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാളെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ തിരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നീക്കും. നിന്റെ പുത്രനും ഞങ്ങളെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം നിന്റെ സഭയെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കുവാൻ നിയമിച്ച സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇപ്പോൾ നമ്മുടെ കൈകൾ വെച്ചിട്ടുള്ള ഈ നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ഇവരുടെ മേൽ നിന്റെ
നിന്റെ പിതൃക്കരങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവരോടുകൂടി നിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഇരിക്കണമേ. ഇവർ തങ്ങളായ നാളൊക്കെയും നിന്നെ സേവിക്കുകയും നിന്നോടുകൂടെ എന്നേക്ക് വസിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ വചനത്തിൻ്റെ അറിവിലും അനുസരണത്തിലും ഇവരെ നടത്തണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവോടും കൂടെ എന്നും ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ച് വാഴുന്നുവല്ലോ. നമുക്ക് എഴുന്നേറ്റിരിക്കാം. കുട്ടികൾ എഴുന്നേറ്റ് നിന്നാട്ടെ. ഇപ്പോൾ ഇടവപ്പെട്ടക്കാരൻ സ്വീകരണ വചനങ്ങൾ ചൊല്ലി ഇവരെ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അച്ഛൻ അത് ചൊല്ലിത്തരും. സ്വീകരണ വചനങ്ങൾ ചൊല്ലിത്തരുമ്പോൾ ഗായകസംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് അത് ചൊല്ലണം. കുട്ടികൾ അത് ചൊല്ലേണ്ടതില്ല എന്നും കൂടെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. ഇവരെ നമ്മളിപ്പോൾ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കണം. അച്ഛൻ അവിടെ നടക്കെന്ന് ചൊല്ലിക്കൊടുക്കണം. കുട്ടികൾ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികൾ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നാട്ടെ. സഭയ്ക്ക് അഭിമാനം നിന്നാട്ടെ. കുറച്ച് ഇങ്ങോട്ട് ഈ സെൻറ്ററിലേക്ക് നിങ്ങളൊന്ന് വന്നേ. സെൻറ്ററിലേക്ക് വന്നേ. കുറച്ചുകൂടെ സെൻറ്ററിലേക്ക് വന്നേ. മക്കളെ സെൻറ്ററിലേക്ക് നിന്നേ. ഓക്കെ. പ്രിയപ്പെട്ടവരെ, ഈ സഭയിലെ അംഗങ്ങളായ സഭയുടെ പൊതുജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തെയും നമ്മുടെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും വളരേണ്ട ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി ഉറപ്പ് തരും. നാമെല്ലാവരും ആത്മാവിന്റെ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് സ്വർഗത്തിൽ കുട്ടികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാട്ടെ. എത്രയും പ്രിയപ്പെട്ടവരെ, സഭയുടെ എല്ലാ പദവികളിലും പങ്കാളികളാകുന്നതിനും അതിൻ്റെ എല്ലാ ചുമതലകളും നിർവഹിക്കുന്നതിനുമായി നാം ഇന്നേ ദിവസം നിങ്ങളെ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കും. നിങ്ങൾ മെശിഹയുടെ ഉടുക്കീഴിൽ ധൈര്യത്തോടെ പോരാട്ടം കഴിക്കുമെന്നും പ്രാണാവസാനം വരെ അവൻ്റെ വിശ്വസ്ത പടയാളികളും ദാസരുമായി തുറന്നുകൊള്ളുമെന്നും നാം വിശ്വസിക്കും. സഭയ്ക്കിരിക്കാം. നമ്മൾ സാധാരണ വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകളിൽ കൈശ്വരി കൊടുക്കുന്ന കണ്ടുള്ള കൈശ്വരി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടയാളമാണ് കൈശ്വരി അല്ലേ. കൈശ്വരി കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വലത് കൈപ്പത്തി കൈയുടെ ഉള്ളിൽ വരത്തക്കത്തിലെ രീതിയിലാണ് നമ്മൾ പിടിക്കുന്നത്. വലത് കൈപ്പത്തി നമ്മുടെ കൈയുടെ ഉള്ളിൽ വരത്തക്ക അതിൻ്റെ പേര് കൊടുക്കും. കോവിഡ് കാലത്ത് നമ്മളങ്ങനെ കൈ ഇങ്ങനെ മുട്ടിച്ച് കൊടുക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് മാറി വന്നുകൊണ്ട് പിന്നെയും കോവിഡൊക്കെ വരുന്നെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. എപ്പോൾ അത് കൂടുതൽ നിയന്ത്രണം വരുന്നോ അതിനനുസരിച്ചുള്ള രീതികൾ നമ്മൾ തുടരുന്നതാണ്. പക്ഷേ കൈശ്വരി കൊടുക്കുമ്പോൾ അനുഷ്ഠാന വചനങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയുക, കൈ വലത് കൈ ഉള്ളിൽ വരത്തക്ക കൈ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറയണം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്നോ ക്രിസ്തുവിൻ്റെ സമാധാനമെന്നോ എന്ത് ചെയ്യണം നമ്മൾ പറയണം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനമെന്നോ ക്രിസ്തുവിൻ്റെ സമാധാനം എന്ന് പറഞ്ഞ് കൈ കൊടുക്കണം. വാങ്ങുന്ന ആൾ ആമേൻ എന്ന് പറയണം. വാങ്ങുന്ന ആൾ ആമേൻ എന്ന് പറയണം. വീണ്ടും അയാൾ കൊടുക്കുമ്പോൾ എന്ത് പറയണം? ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറഞ്ഞ് കൊടുക്കണം. അതാണ് വിശുദ്ധ സംസർഗ ഉള്ള ഞായറാഴ്ചകളിൽ കൈശ്വരി കൊടുക്കുമ്പോൾ അനുഷ്ഠാന വചനങ്ങൾ അല്ലേ. അപ്പോൾ അതൊക്കെ വളരെ അർത്ഥവത്തായ സംഗതികളാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ സാധാരണ ചിലപ്പം മുടിച്ചും അങ്ങനെ ഒരു ഓർമ്മയില്ലാതെ കൊടുക്കരുത്. എന്താണ് നമ്മൾ പറയുന്നത്? ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറഞ്ഞ് കൊടുക്കുകയും ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കും, വീണ്ടും കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയാണ്. അതിനെ ആവർത്തിച്ച് പറയുകയും ചെയ്യും. ഇന്ന് ഞാൻ തനിയെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? കൈശ്വരി തരുന്നതാണ്. പിന്നീട് പൊതുവായിട്ടുള്ള കൈശ്വര്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വന്ന് എൻ്റെ അടുത്ത് കൈശ്വര്യം വാങ്ങും.
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം ഐശ്വര്യം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ഓരോരുത്തരോരുത്തർ വന്നിട്ട് ദൈവത്തിൻ്റെ ദിവ്യസമാധാനം, 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 ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ഇപ്പോൾ ബഹുമാനുള്ള അച്ഛൻ പേരുകൾ വായിക്കുമ്പോഴുള്ള സ്ഥിരീകരണ കാർഡുകൾ അച്ഛൻ നൽകുന്നതാണ്. അത് നിങ്ങൾ വാങ്ങണമെന്ന് ഓർപ്പിക്കുന്നു. മാത്രമല്ല അത് സൂക്ഷിച്ച് വെക്കണം. വളരെ ചെറിയ വലിപ്പത്തിൽ നമ്മൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ അകത്തൊരു പ്രാർത്ഥനയുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ പേരുണ്ട്, നിങ്ങൾ കൺഫർമേഷൻ കഴിഞ്ഞ തീയതിയുണ്ട്, അതുപോലെ തന്നെ ആദ്യമായി കമ്മ്യൂണിയൻ സ്വീകരിച്ച തീയതിയും അതിൻ്റെ അകത്തുണ്ട്. നിങ്ങളുടെ പേരുകളിലോ തീയതികളിലോ എന്തെങ്കിലും വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് ഇന്ന് തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ഓർപ്പിക്കുന്നു. മാത്രമല്ല ഇത് പ്രത്യേകിച്ച് നമ്മളത് സൂക്ഷിച്ച് വെക്കണം. കാരണം നിങ്ങൾക്ക് പല കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യാം, ഈ സ്ഥിരീകരണ കാർഡ് ആവശ്യമായി വന്നേക്കാം. സ്ഥിരീകരണം കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് വളരെ പ്രത്യേകമായത് സൂക്ഷിച്ചും കൂടി വെക്കണമേ എന്ന് ഓർപ്പിക്കും. ചിലപ്പോൾ പേര് വായിക്കുമ്പോൾ നിങ്ങൾ വന്ന് എൻ്റെ ഇത് വാങ്ങും. ഓക്കെ പള്ളിയുടെയാണ്. പള്ളി സഭയിൽ നിന്ന് ചർച്ച് നിങ്ങൾക്ക് ഓരോ ഗിഫ്റ്റ് തരുന്നുണ്ട്. 3 in 1 ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഗീതവും കീർത്തനവും ആരാധന പുസ്തകം അല്ലേ? ഓക്കെ ഓക്കെ കണ്ണുകളടയ്ക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, പരിശുദ്ധ പിതാവേ, തിരിയണം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കായി ഇന്ന് സഭ നൽകുന്ന ഈ പ്രത്യേക സമ്മാനം വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആരാധനക്രമവും പാട്ടുകളും അടങ്ങിയ ഈ പുസ്തകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വേർതിരിക്കുന്നു. ആമേൻ. ഇതിൻ്റെ അത് പേരുണ്ട്. ഒരുപക്ഷെ തരുമ്പോൾ പേര് മാറിപ്പോയെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റാക്കി അത് നിർത്തണമേ എന്ന് കൃത്യമായിട്ട് ഓർക്കും. അഭിനയം ജോബി, അബി ദൈവം പേര് നോക്കി തരണേ. ദൈവം എന്തെങ്കിലും വ്യത്യാസം മേടിക്കും കേട്ടോ. പിന്നെ ചേഞ്ച് ചെയ്യാം. Anita Grace Vincent and Moss. ഒരുപക്ഷെ ഈ പുസ്തകം തന്നപ്പോൾ നിങ്ങൾക്ക് പേരും പുസ്തകത്തിലെ പേര് വ്യത്യാസം കാണും. അത് നിങ്ങൾ നോക്കി മാറി എടുക്കണം എന്ന് കൃത്യമായിട്ട് ഓർമ്മിക്കും. എല്ലാവർക്കും എഴുന്നേറ്റില്ല, സഭയ്ക്ക് എഴുന്നേൽക്കാം. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ, ധൈര്യപ്പെട്ടിരിപ്പീൻ, നല്ലതിനെ മുറുകെ പിടിപ്പീൻ, ആർക്കും തിന്മയ്ക്ക് വേറെ തിന്മ ചെയ്യാതെ
മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവർക്ക് സഹായിക്കുകയും ചെയ്യുവേൻ. എല്ലാവരെയും ബഹുമാനിപ്പേൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവേൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടായി എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തെ സ്തുതിക്കാം.